നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് ദൗത്യത്തിൽ നാളെ മുതൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ UAE-യിലേക്ക്. കേരളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 3 വിമാനങ്ങളാണ് UAE-യിൽ എത്തുന്നത്. UAE വിമാനങ്ങളിലും ഇന്ത്യക്കാർ നാളെ മുതൽ എത്തിത്തുടങ്ങും. റെസിഡൻസ് വിസയ്ക്കുള്ളവർക്കാണ് UAE-യിൽ എത്താൻ അനുമതി. കണ്ണൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് ദുബായിലേക്കും കോഴിക്കോട് നിന്ന് ഷാർജയിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം. ഉച്ചതിരിഞ്ഞ് 3 വിമാനങ്ങളും UAE-യിൽ എത്തും. 3 മാസത്തിലേറെ നാട്ടിൽ കുടുങ്ങിയവരിൽ തിരിച്ചു വരാനുള്ള അവസരം ആഹ്ലാദം പടർത്തുന്നുണ്ട്. വന്ദേ ഭാരത് മിഷൻ പ്രകാരം നടത്തുന്ന ഈ സർവീസുകളിൽ ആദ്യ ദിനം തന്നെ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുപോയിരുന്നു. ഇതുമൂലം ടിക്കറ്റിന് വൻ നിരക്കാണ് ഈടാക്കിയത്. അതേസമയം UAE എയർലൈനുകൾ പ്രഖ്യാപിച്ച സർവീസുകളിൽ ഏകദേശം പകുതി നിരക്കിൽ ടിക്കറ്റ് ലഭ്യമായിട്ടുണ്ട്. 26 വരെയാണ് മടക്കയാത്രയുടെ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പുറമെ UAE വിമാന കമ്പനികൾക്കും യാത്രക്കാരെ കൊണ്ടുവരാൻ അനുമതിയുണ്ട്. മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസിന് മാത്രമാണ് അനുമതി. വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ മുതൽ ഈ മാസം 26 വരെയുള്ള ഷെഡ്യൂളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 52 സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് 21, കോഴിക്കോട് നിന്ന് 15, തിരുവനന്തപുരത്ത് നിന്ന് 9, കണ്ണൂരിൽ നിന്ന് 7 സർവീസുകൾ ഉള്ളത്. എമിറേറ്റ്സ് എയർലൈൻസ്, എയർ അറേബ്യ, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് വിമാന കമ്പനികൾക്കും ഇന്ത്യക്കാരെ UAE-യിൽ എത്തിക്കാൻ അനുമതിയുണ്ട്. UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രജിസ്റ്റർ ചെയ്ത അനുമതി നേടിയവർക്ക് മാത്രമേ വരാൻ കഴിയുകയുള്ളൂ. യാത്രയ്ക്ക് 96 മണിക്കൂർ മുൻപ് PCR ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. തിരിച്ചു വരുമ്പോൾ യാത്രാ ആരോഗ്യ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകണം. ദുബായിലേക്ക് വരുന്നവർ ദുബായ് സ്റ്റാർട്ടപ്പും ഇതര എമിറേറ്റിലേക്ക് പോകുന്നത് അൽഹൊസൻ ആപ്പും ഡൗൺലോഡ് ചെയ്യണം. സ്വന്തം ചിലവിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന് സമ്മതപത്രവും നൽകണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.